സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു വൾണറബിലിറ്റി എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു വൾണറബിലിറ്റി എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് മെറ്റാസ്പ്ലോയിറ്റ് 2ന്റെ IP അഡ്രസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ചെക്ക് ചെയ്തു. അപ്പൊ 192 168 1.7 ആണ് മെറ്റാസ്പ്ലോയിറ്റ് 2ന്റെ IP അഡ്രസ്. മെറ്റാസ്പ്ലോയിറ്റ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൾണറബിൾ മെഷീൻ ആണ്. ഓക്കെ. സോ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുമായിരിക്കും, എന്താണ് എക്സ്പ്ലോയിറ്റ്? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്? ഇപ്പൊ എക്സ്പ്ലോയിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു സർവീസിന്റെ വേർഷൻ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ. അപ്പൊ ആ വേർഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പോൾ അവിടെ ഒരു വൾണറബിലിറ്റി ഉണ്ടതായിട്ട് നമുക്ക് മനസ്സിലായി. സോ ആ ഒരു വൾണറബിലിറ്റി ഉപയോഗിച്ച് തന്നെ നമ്മൾ ഒരു പേലോഡ് സെൻഡ് ചെയ്തിട്ട് ആ വൾണറബിലിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്നതാണ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ. പേലോഡ് എന്ന് പറയുന്നത് എന്താണ്? പേലോഡ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. ഓക്കെ. സോ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ പേലോഡ് സെൻഡ് ചെയ്തിട്ടായിരിക്കും. പേലോഡ് രണ്ട് തരമുണ്ട്. അതായത് പേലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഷെല്ലാണ്. ഷെല്ല് രണ്ട് തരമുണ്ട്. റിവേഴ്സ് ഷെല്ലും ഉണ്ട്, ബൈൻഡ് ഷെല്ലും ഉണ്ട്. റിവേഴ്സ് ഷെൽ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കാലിനസ് മെഷീനിൽ ഒരു പോർട്ട് ലിസൺ ചെയ്തിട്ട് നമ്മൾ ഈ ഷെല്ല് അങ്ങോട്ട് അയക്കുകയാണ് ടാർഗറ്റ് മെഷീനിലോട്ട്. അപ്പൊ ഈ ഷെല്ല് അവിടെ പോയിട്ട് എക്സിക്യൂട്ട് ആയിട്ട് പറയുകയാണ്, ടാർഗറ്റ് മെഷീന്റെ ഇന്ന പോർട്ടിൽ നിന്ന് അറ്റാക്കറിന്റെ മെഷീന്റെ ഇന്ന പോർട്ടിലോട്ട് കണക്ട് ചെയ്യണം. അതാണ് റിവേഴ്സ് ഷെല്ല്. ബൈൻഡ് ഷെല്ല് നേരെ തിരിച്ചാണ്. ബൈൻഡ് ഷെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് മെഷീനിൽ ഒരു പോർട്ട് ലിസൺ ചെയ്തിട്ട് ആ നമ്മുടെ കാലിനസ് മെഷീനിൽ ഇരുന്നുകൊണ്ട് ടാർഗറ്റ് മെഷീന്റെ ഇന്ന പോർട്ടിൽ നിന്ന് ടാർഗറ്റ് മെഷീന്റെ ഒരു പോർട്ട് ആ പോർട്ടിലോട്ട് കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? മോസ്റ്റ് ഓഫ് ദ കേസിലും ബൈൻഡ് ഷെല്ല് വർക്ക് ആവത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പവർഫുൾ ഫയർവാൾ ഉണ്ടെങ്കിൽ ഒരു റൂൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ആവശ്യമില്ലാതെ ഒരു പോർട്ടും തുറന്നു വെച്ചേക്കരുത്. അപ്പൊ എന്ത് പറ്റും? അപ്പൊ നമുക്ക് അങ്ങോട്ട് ലിസൺ ചെയ്യാൻ പറ്റത്തില്ല പോർട്ടിലോട്ട്, അവിടെ ഒരു പവർഫുൾ ഫയർവാൾ ഉണ്ടെങ്കിൽ. ഓക്കെ. സോ എന്താണ് വൾണറബിലിറ്റി? വൾണറബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് എന്താ വെച്ചായിരിക്കും? പലതരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചായിരിക്കും ഉണ്ടാക്കുന്നത്. C++, ജാവ സ്ക്രിപ്റ്റ്, ഇതൊക്കെ വെച്ചായിരിക്കും നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. ഓക്കെ. ചില കേസിൽ ഈ സോഫ്റ്റ്വെയറിൽ ബഗ് ഉണ്ടാവും. ഓക്കെ. ഒരു ബഗ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു അറ്റാക്ക് നടക്കണമെന്നല്ല. ചില സമയത്ത് ഈ ബഗ് ക്രിട്ടിക്കൽ ആയിരിക്കും. അപ്പൊ ഈ അറ്റാക്കർ എന്ത് ചെയ്യും? അറ്റാക്കർ ആ ബഗിനനുസരിച്ച് ഒരു പേലോഡ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ബഗ് എവിടാണോ ആ ബഗ് ഉള്ളതോടെ ഈ പേലോഡ് സെൻഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ പേലോഡ് സെൻഡ് ചെയ്തിട്ട് ആ പേലോഡ് അവിടെ ചെന്നിട്ട് ആ സോഫ്റ്റ്വെയറിനെ മനസ്സിലാക്കിയിരിക്കുകയാണ്, ഇങ്ങനല്ല റൺ ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന പോലെയാണ് റൺ ചെയ്യേണ്ടത്. ഓക്കെ. എന്നിട്ട് ഈ പേലോഡ് അവിടെ ചെന്ന് എക്സിക്യൂട്ട് ആയിട്ട് പറയുവാണ്, അതായത് പേലോഡ് അവിടെ ചെന്നിട്ട് എക്സിക്യൂട്ട് ആയിട്ട് പറയാം, ആ സോഫ്റ്റ്വെയറിനോട് പറയുവാണ്, അറ്റാക്കറിന്റെ മെഷീന്റെ അതായത് ടാർഗറ്റ് മെഷീന്റെ ഇന്ന പോർട്ടിൽ നിന്ന് അറ്റാക്കറിന്റെ മെഷീനിലോട്ട് കണക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ അറ്റാക്കർ കൊടുക്കുന്ന കമാൻഡിനെല്ലാം മറുപടി കൊടുക്കണം. ഓക്കെ. ഈ പേലോഡ് എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ നമ്മൾ ഷെല്ലെന്ന് പറയും. ഓക്കെ. ഷെല്ല് രണ്ട് തരമുണ്ട്. റിവേഴ്സ് ഷെല്ലും ഉണ്ട്, ബൈൻഡ് ഷെല്ലും ഉണ്ട്. ഓക്കെ. സോ വൾനറബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതായത് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാണ് പലതരം പ്രോഗ്രാം വെച്ചാണ്. ഓക്കെ. സോ മോസ്റ്റ് ഓഫ് ദ കേസിലും ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഒരു ബഗ് കാണും. ഓക്കെ. ചില സമയത്ത് ഈ ബഗ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു അറ്റാക്ക് നടക്കണമെന്നല്ല. ചില കേസിൽ ഈ ബഗ് എന്തുമായിരിക്കും? ക്രിട്ടിക്കൽ ആയിരിക്കും. ഓക്കെ. ക്രിട്ടിക്കൽ ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ അറ്റാക്കർ എന്ത് ചെയ്യും? ഈ ഒരു പേലോഡ് ക്രിയേറ്റ് ചെയ്യും ബഗിനനുസരിച്ച്. എന്നിട്ട് ആ ബഗ് ഉള്ളിടത്തോട്ട് അയക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ പേലോഡ് അവിടെ ചെന്ന് എക്സിക്യൂട്ട് ആയിട്ട് പറയാണ്, ഇങ്ങനല്ല റൺ ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന പോലെയാണ് റൺ ചെയ്യേണ്ടത്, പേലോഡ് ആ സോഫ്റ്റ്വെയറിനെ മനസ്സിലാക്കിയിരിക്കും. ഓക്കെ. അപ്പൊ ആ പേലോഡ് എന്ത് ചെയ്യും? അപ്പൊ ആ പ്രോഗ്രാം സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും? ഇപ്പൊ സോഫ്റ്റ്വെയർ പേലോഡ് പറയുകയാണ്, ഇന്ന പോർട്ടിൽ നിന്ന് അറ്റാക്കറിന്റെ മെഷീനിലോട്ട് കണക്ട് ചെയ്യാൻ. ഇപ്പൊ എന്ത് പറ്റും? അറ്റാക്കർ എന്ത് പറ്റും? ഫുൾ ആക്സസ് കിട്ടും ആ ഒരു സോഫ്റ്റ്വെയറിന്റെ. ഓക്കെ. സോ അതാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് ഒരു വൾനറബിലിറ്റി കണ്ടുപിടിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. സോ അതിനു മുമ്പ് നമുക്ക് സർവീസ് വെർഷൻ സ്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റബിൾ 2ന്റെ സർവീസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് സർവീസ് വെർഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിനായിട്ട് map -s V
192, 168, 1.7. ഓക്കെ, നമ്മുടെ സ്കാനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് FTP ആണ്. നമുക്ക് ഇതിന്റെ വേർഷൻ കോപ്പി ചെയ്യാം. VS-FTPD 2.3.4. ഓക്കെ, കോപ്പി സെലക്ഷൻ അടിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിനകത്ത് വൾനറബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സെർച്ച് സ്പ്ലോയിറ്റ്. ഓക്കെ, സെർച്ച് സ്പ്ലോയിറ്റ് VS-FTPD 2.3.4. ഇതാണ് FTPയുടെ FTP എന്ന് വെച്ചാൽ എന്താണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, ഇതാണ് ഒരു FTPയുടെ വേർഷൻ. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, അതായത് ബാക്ക്ഡോർ കമാൻഡ് എക്സിക്യൂഷൻ മെറ്റാസ്പ്ലോയിറ്റ്. അപ്പൊ ഈ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റുകൾ അവൈലബിൾ ആണ്. അത് നമ്മൾക്ക് .rb എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? റൂബി ലാംഗ്വേജിനെയാണ് സൂചിപ്പിക്കുന്നത്. കോഡ് ചെയ്തിരിക്കുന്നത് റൂബി വെച്ചാണ്. ഓക്കെ, പിന്നെ പൈ എന്ന് പറഞ്ഞത് എന്താണ്? പൈത്തൺ ആണ്. ഓക്കെ, നമുക്കത് ഇനിയും MS കൺസോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് അവൈലബിൾ ആണെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു വൾനറബിലിറ്റി. സോ അതിനായിട്ട് നമുക്ക് പുതിയൊരു ടെർമിനൽ തുറക്കാം. ഓക്കെ, പുതിയൊരു ടെർമിനൽ തുറന്നിട്ടുണ്ട്. നമുക്ക് MSF കൺസോൾ സ്റ്റാർട്ട് ചെയ്യാം. അതായത് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക്. സോ നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് ഇവിടെ സ്റ്റാർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സെർച്ച് നമ്മൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ആണ് സെർച്ച്. ഓക്കെ, സെർച്ച് നമ്മള് വേണ്ടത് നമ്മൾ പേസ്റ്റ് ചെയ്ത് VS-FTPD 2.3.4. ഓക്കെ, ഒന്നുകൂടെ സെർച്ച് ചെയ്യാം. VS-FTPD 2.4. നമ്മള് സെർച്ചിന് സ്പെല്ലിംഗ് തെറ്റായിരുന്നു. നമ്മൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ആണ് സെർച്ച് കമാൻഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ എക്സ്പ്ലോയിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എക്സ്പ്ലോയിറ്റ് യൂണിക്സ് FTP VS-FTPD 2.234 ബാക്ക് ഡോർ. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. സോ ഇത് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി സെലക്ഷൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇത് യൂസ് ചെയ്യണം. അപ്പൊ യൂസ് ചെയ്യാനുള്ള കമാൻഡ് ആണ് യൂസ്. ഓക്കെ, ഓക്കെ, നമ്മളിപ്പോ അതിനകത്താണ് നിൽക്കുന്നത്. നമുക്കിപ്പോ ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം. അപ്പൊ അതിനുള്ള കമാൻഡ് ആണ് ഷോ ഇൻഫോ. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നോ പേലോഡ് കോൺഫിഗറേഷൻ ഡീഫോൾട്ട് ഇൻ ടു യൂണിക്സ് ഇൻട്രാക്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുക ഈ ഷോ ഇൻഫോ കമാൻഡ് കൂടുതൽ അറിയാൻ പറ്റും. സോ അതൊക്കെ ഞാൻ ക്ലിയർ അടിക്കുകയാണ്. സോ ഷോ പേലോഡ് കൊടുക്കാം, ഏതൊക്കെ പേലോഡ് അവൈലബിൾ ആണ്. സോ ആകെ ഒരു പേലോഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് തന്നെ വെച്ച് ചെയ്യാം. ക്ലിയർ കൊടുക്കാം, ഷോ ഓപ്ഷൻസ് കൊടുക്കാം. സോ FTP എന്ന് പറയുന്നത് എത്രാമത്തെ പോർട്ടിലാണ് റൺ ചെയ്യുന്നത്? 21ാമത്തെ പോർട്ടിൽ തന്നെയാണ് റൺ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് RHost കൊടുക്കാം. RHost എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ടാർഗറ്റ് മെഷീന്റെ IP അഡ്രസ് ആണ്. എന്റെ കേസിൽ അത് ഏതാണ്? മെറ്റാസ്പ്ലോയിറ്റ് 2 ആണ്. അപ്പൊ ഇവിടെ കൊടുക്കേണ്ടത് എന്താണ്? മെറ്റാസ്പ്ലോയിറ്റ് 2ന്റെ IP അഡ്രസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് അത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ആണ് സെറ്റ് കമാൻഡ്. സെറ്റ് RHost 192, 168, 1.7. ഓക്കെ, സോ നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ക്ലിയർ കൊടുക്കാം. സോ എക്സ്പ്ലോയിറ്റ് കൊടുക്കാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കമാൻഡ് ഷെൽ സെഷൻ ഓപ്പൺഡ്. അതായത് നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റ് 2 ഹാക്കായി എന്നർത്ഥം. ഓക്കെ, നമ്മൾ ആ ഒരു വൾണറബിലിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമുക്കിപ്പോ ഫുൾ ആക്സസ് കിട്ടി. ഓക്കെ, ആ ഒരു വൾണറബിലിറ്റിയെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമുക്ക് ഫുൾ ആക്സസ് കിട്ടി. നമുക്ക് ഹൂവാമായി കമാൻഡ് ഒന്ന് കൊടുത്തു നോക്കാം. ഹൂവാമായി. സോ നിങ്ങൾക്ക് നോക്കി കാണാം നമുക്ക് റൂട്ട് പ്രിവിലേജ് ആണ് കിട്ടിയിരിക്കുന്നത്. LS കൊടുത്ത് നോക്കാം. സോ ഇത്രയും ഫയലുണ്ട്. ഓക്കെ, സോ നമുക്ക് വേറെ ഒരെണ്ണം കൊടുത്തു നോക്കാം. പോസ്റ്റ് നെയിം എന്ന് കൊടുത്തു നോക്കാം. സോ മെറ്റാസ്പ്ലോയിറ്റോട് വന്നിട്ടുണ്ട്. നമുക്ക് യൂനെയിം ഹൈഫൻ എ ഒന്ന് കൊടുത്തു നോക്കാം. സോ നിങ്ങൾക്ക് നോക്കി കാണാം ലിനക്സ് മെറ്റാസ്പ്ലോയിറ്റബിൾ 2.6 സെർവർ. ഓക്കെ, വന്നിട്ടുണ്ട്. നമുക്ക് CD റൂട്ടിലോട്ട് പോയി നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. CD റൂട്ടിലാണ് ഇരിക്കുന്നത്. സോ CD റൂട്ടിൽ ഇത്രയും ഉണ്ട്. നമുക്ക് CD ഡെസ്ക്ടോപ്പിൽ പോവാം. സോ ഇപ്പൊ ഡെസ്ക്ടോപ്പിലാണ്. സോ നമുക്ക് IF കോൺഫിഗ് ഒന്ന് കൊടുത്തു നോക്കാം. IF കോൺഫിഗ് എന്തിനു ഉപയോഗിക്കുന്ന കമാൻഡ് ആണ്? IP അഡ്രസ് ചെക്ക് ചെയ്യാൻ വേണ്ടി. സോ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാം, ഇത് നമ്മുടെ കാലിനസ് മെഷീന്റെ IP അഡ്രസ് അല്ല, ഇത് മെറ്റാസ്പ്ലോയിറ്റ് 2ന്റെ IP അഡ്രസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ചെയ്തത് FTP സെർവറിന്റെ ഒരു വൾണറബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ആ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഫുൾ ആക്സസ് കിട്ടി. ഓക്കെ, നമ്മളൊരു പേലോഡിന്റെ സഹായത്തോടെയാണ് നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പേലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാം ആണ് അത്, അല്ലെങ്കിൽ നമ്മൾ ഷെൽ എന്ന് പറയും. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, റിവേഴ്സ് ഷെല്ലും ഉണ്ട്, ബൈൻഡ് ഷെല്ലും ഉണ്ട്. സോ നമ്മളൊരു പേലോഡ് സെൻഡ് ചെയ്തിട്ട് നമ്മള് നമ്മുടെ അറ്റാക്കറിന്റെ മെഷീന്റെ, അതായത് നമ്മുടെ ടാർഗറ്റ് മെഷീന്റെ ഫുൾ ആക്സസ് നമ്മൾ കാലിനസ് മെഷീനിൽ കിട്ടി. ഓക്കെ, സോ വൾനറബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാണ്? പലതരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചാണ്. അപ്പൊ ചില സമയത്ത് ബഗ് ഉണ്ടാവും. ഓക്കെ, ഈ ബഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഗ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു അറ്റാക്ക് നടക്കണമെന്നല്ല. ചില സമയത്ത് ഈ ബഗ് ക്രിട്ടിക്കൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ അറ്റാക്കർ എന്ത് ചെയ്യും? ഈ ബഗിനനുസരിച്ച് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പേലോഡ് ക്രിയേറ്റ് ചെയ്യും. ഒരു പേലോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പേലോഡ് ആ ബഗ് ഉള്ള ഭാഗത്തേക്ക് സെൻഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഈ പേലോഡ് അവിടെ ചെന്നിട്ട് എക്സിക്യൂട്ട് ആയിട്ട് പറയുകയാണ്, ഇങ്ങനല്ല റൺ ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന പോലെയാണ് റൺ ചെയ്യേണ്ടത്. പേലോഡ് അവിടെ ആ ഒരു സോഫ്റ്റ്വെയറെ മനസ്സിലാക്കിയിരിക്കും. എന്നിട്ട് പേലോഡ് പറയും, അതായത് ടാർഗറ്റ് മെഷീന്റെ ഇന്ന പോർട്ടിൽ നിന്ന് അറ്റാക്കറിന്റെ മെഷീന്റെ ഇന്ന പോർട്ടിലോട്ട് കണക്ട് ചെയ്യണം എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്തോ പറ്റും? അറ്റാക്കറിന് എന്തോ പറ്റും? അറ്റാക്കറിന് ഫുൾ ആക്സസ് കിട്ടും ആ ഒരു മെഷീന്റെ. ഓക്കെ, അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തത്. അതായത് നമ്മൾ FTPയുടെ ഒരു വൾനറബിലിറ്റി കണ്ടുപിടിച്ചു, എന്നിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, നമുക്ക് ആക്സസ് കിട്ടി. ഓക്കെ, സോ അതാണ് ചെയ്തത്. സോ എക്സ്പ്ലോയിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സർവീസ് കണ്ടുപിടിച്ചിട്ട്, നമ്മളിപ്പോൾ ഒരു സർവീസ് കണ്ടുപിടിച്ചു. ഓക്കെ, എന്നിട്ട് അതിന്റെ വേർഷൻ അപ്ഡേറ്റഡ് ആണ് നമ്മൾ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ. സോ അവിടെ ഒരു വൾനറബിലിറ്റി ഉണ്ടോ നമ്മൾ എന്തോ ചെയ്തു? സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂൾ വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ആ ഒരു FTPയുടെ വൾനറബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്തു? സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂൾ വെച്ചിട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഒരു വൾനറബിലിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആക്സസ് എടുത്തു. ഓക്കെ, അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തത്.